കൊച്ചിയിലെ കച്ചവടം മുഴുവൻ നടന്നിരുന്നത് മട്ടാഞ്ചേരിയിലാണ്. കൊച്ചിക്കാരെ കാണണമെങ്കിൽ വഴി കാണണമെന്നാണ് പറയുന്നത്. അവരുടെ കയ്യിൽ അന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും ഏറ്റവും സ്റ്റൈലിഷായ ഡ്രസ്സായിരിക്കും ഇട്ടിട്ടുള്ളത്. അതാണെങ്കിലും പെൺപിള്ളേരും എല്ലാം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ അവിടെ എസ് ഐ ആയിരിക്കുമ്പോഴാണ് ഈ മുക്കാല മുക്കാബില ആ പാട്ടൊക്കെ AR റഹ്മാൻ്റെ പാട്ടെല്ലാം വന്നത്. അതിന് സാങ്ഷൻ മേടിച്ചുകൊണ്ട് പോയി 10-65 പിള്ളേർ റോഡ് സൈഡിലിരുന്ന് അടിപൊളി ഡാൻസ് വെളുക്കുന്നത് വരെ. പിന്നെ സംഗീതം, മുംബൈയുടെ ഗസല്, അത് മട്ടാഞ്ചേരിക്കാരുടെ സ്വന്തമാണ്. പിന്നെ അവിടുത്തെ ഏറ്റവും വലിയൊരു സംഭവമാണ് ഗാട്ട ഗുസ്തി. ഒരു നല്ലൊരു വൈബുള്ള മനുഷ്യരാണ്. പിന്നെ അവിടുത്തെ ഭക്ഷണം പറയാതിരിക്കാൻ പറ്റില്ല. ഒരു പ്രാവശ്യമെങ്കിലും കായ്ക്കാൻ്റെ ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആയുസ് നാവിന്നത് പോലെ. ഇത്രയൊക്കെ നല്ല മനോഹരമായ ഒരു സ്ഥലം, മനോഹരമായ ഒരു കൾച്ചർ, അതുപോലെ ഫോർട്ട് കൊച്ചിയിലെ ന്യൂ ഇയർ ആഘോഷം, ഇങ്ങനെയൊക്കെ കൊണ്ട് നല്ല ഒരു ജനമാണ്. ഈ കലാപത്തെ തുടർന്ന് ഈ കടകളെല്ലാം കുത്തിപ്പൊളിച്ചിട്ട് മുഴുവൻ അരി, വെളിച്ചെണ്ണ, ചക്കര, അതുപോലെ പഞ്ചസാര ഇതെല്ലാം കൂടെ റോഡിൽ കൂടിക്കിടന്നിട്ട് നമുക്ക് നടന്നു പോകാൻ പറ്റാത്ത വിധം ഒരു റോഡ് നിറച്ച് ഈ വക സാധനങ്ങളുണ്ടെന്ന് നമ്മൾ സങ്കല്പിച്ച് നോക്കി. ഭയങ്കര ടോട്ടൽ ബ്ലണ്ടർ, മൊത്തം അടിച്ച് പൊളിച്ച് നശിപ്പിച്ചു. അതായത് ഇനി ഒരിക്കലും രക്ഷപ്പെടരുതെന്ന് തോന്നുന്ന വിധം ആ പ്രദേശം കൂടെ നശിപ്പിച്ചു. പോലീസിലെ അനുഭവങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ മട്ടാഞ്ചേരി പറയാതെ പോകാൻ കഴിയില്ല. ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അനുഭവ സമ്പത്ത് പകർന്നു തന്ന, ഒത്തിരി സ്നേഹം പകർന്നു തന്ന, ഒരുപാട് നല്ലതും ചീത്തയുമായ അനുഭവമുള്ള ഒരു പോലീസ് സ്റ്റേഷനായിരുന്നു അത്. അവിടെ എപ്പോഴാണ് ഒരു പ്രശ്നം പൊട്ടിപ്പുറപ്പെടുക എന്ന് അറിയില്ല, അത്രയ്ക്ക് സെൻസിറ്റീവാണ്. അതിൻ്റെ കാരണം പോലീസിന് ജനങ്ങളുമായിട്ട് ഉള്ള കണക്ഷൻ വളരെ കുറവായിരുന്നു. ഞാൻ ചെല്ലുന്നതിന് കുറച്ച് മുമ്പ് എൻ്റെ ബാച്ചിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഒരു പ്രശ്നത്തിൽ പോയി ചാടി വെടിവെച്ചു. 2 പേരാണോ ഒരാളോ മരിക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം പോലീസും ജനങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ മോശമായിപ്പോയി. നമ്മളൊരു വിശ്വാസമില്ലാത്തൊരവസ്ഥയുമായിരുന്നു. പക്ഷെ നമ്മൾ ഇല്ലാതെ പറ്റുകയില്ല. കാരണം 2 വിഭാഗങ്ങൾ തമ്മിൽ എപ്പോൾ വേണേലും സംഘർഷമുണ്ടാകാവുന്ന ഒരവസ്ഥയിലേക്കായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ചെന്നപ്പോൾ തന്നെ എല്ലാ ദിവസവും കമ്പൽസറി പുറത്തു പോകണം. അത് അന്നത്തെ കാലത്ത് നിർബന്ധമായിരുന്നു. ഇന്നത്തെ പോലെ അല്ല, അന്ന് നിർബന്ധമായി 4:30 കഴിഞ്ഞാൽ എല്ലാ SI-മാരും റോഡിലുണ്ടാവണം. ആഴ്ചയിൽ 1-2 ദിവസങ്ങളിൽ CI-മാരുണ്ടാവും. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ DYSP-മാരും കമ്പൽസറി ആയിട്ട് പുറത്തിറങ്ങും. ഈ കലാപ പ്രദേശങ്ങളിൽ എല്ലാ ദിവസവും എല്ലാവരും പുറത്തിറങ്ങും. അതായിരുന്നു സ്ഥിതി. അപ്പം ഞങ്ങൾ ചെന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പം അവിടെ ചിരട്ടപ്പാലത്ത് ഒരു ചെറിയ സംഘർഷമുണ്ടായി. ഇത് ചെറിയ ഇഷ്യൂ ആണ്, പക്ഷേ ഈ മൈനർ ഇഷ്യൂ ഫ്ലെയർ അപ്പ് ചെയ്യാൻ അവിടെ അന്നത്തെ കണ്ടീഷൻ അന്ന് ഭയങ്കര മോശമാണ്. കലാപം കഴിഞ്ഞിട്ട് കുറച്ച് കാലേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമ്മൾ ഓടിയെത്തണം. ഞങ്ങൾ അവിടെ എന്തോ പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഞങ്ങൾ മാക്സിമം ഫോഴ്സുമായിട്ടാണ് പോണത്. അന്നൊക്കെ പോലീസ് സ്റ്റേഷനിൽ 400 പോലീസ്, 440 പോലീസൊക്കെയാണ് ഉള്ളത് മട്ടാഞ്ചേരിയിൽ. മട്ടാഞ്ചേരിയും തോപ്പുംപടിയും കൂടെ അന്ന് ഒന്നാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഫോർട്ട് കൊച്ചി, പള്ളുരുത്തി, കണ്ണമാലി, അങ്ങനെ പ്രദേശങ്ങളാണ്. അപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങളിങ്ങനെ സംഘർഷം ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ ഫുൾ ഫോഴ്സിൽ അവിടെ ചെന്ന് 2 കൂട്ടരെ പറഞ്ഞു വിട്ടു. എനിക്ക് ആരെയും പരിചയമില്ല, അവർക്ക് എന്നെ പരിചയമില്ല, പുതിയ രസയാണ്. എന്നെ വലിയ മൈൻഡൊന്നുമില്ല. കാരണം അന്ന് ഞാൻ വളരെ നേർത്ത ഒരു ഉദ്യോഗസ്ഥനാണ്. ഹെവി പ്രാക്ടീസാണ്. രാവിലെയും വൈകിട്ടൊക്കെ ഓടുകയും മാർഷൽ ആർട്സ് ചെയ്യുകയൊക്കെ ചെയ്ത് അങ്ങനെ തീരെ നേർത്താണ്. അപ്പോൾ യൂണിഫോമിനകത്ത് ആടിക്കളിക്കുന്ന എന്നെ കണ്ട ആരും മൈൻഡ് ചെയ്തില്ല. ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ ആരുടെ ഇവനെന്നുള്ള പാട്ടില്ലേ, ഒരെല്ലാം നല്ല ഹൈറ്റും സൈസും ഒക്കെ ഉള്ള ആൾക്കാരാണ്. എന്നാലും പറഞ്ഞു, അവർ കേട്ടു. അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴി അന്നത്തെ SI-മാർക്കൊക്കെ നിർബന്ധമുണ്ട്, വഴിയിൽ കരിങ്കയിൽ ആളിരുന്നാൽ പറഞ്ഞു വിടും, ഓടിച്ചു വിടും. പെൺകുട്ടികളെ കമന്റ് അടിക്കുന്നു, അല്ലെ SIകളെ കമന്റ് അടിക്കുന്നു കണ്ടാൽ അവിടെ പോകും. തിയേറ്ററിൽ പോയി നോക്കും, സിഗരറ്റ് വലിക്കാതെ പിടിക്കും. വഴിയെ പോകുന്ന കരിങ്കലിരിക്കുന്നവരെയൊക്കെ പറഞ്ഞു വിട്ടുവിടും. പിന്നെ സ്ഥിരമായിട്ട് അടികൊണ്ടാകുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ പ്രസൻസ് ഉണ്ടാകും. ഷാപ്പിൽ പോകും, ചാരായ ഷാപ്പിൽ പോകും, വാറ്റുകേന്ദ്രം ഉണ്ടെങ്കിൽ പോകും. അങ്ങനെ എവിടെയൊക്കെയാണോ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ള അവിടെ എല്ലാം നമ്മുടെ പ്രസൻസ് ഉണ്ടാകും. ഇപ്പോൾ സ്ഥിരമായിട്ട് കണ്ട് അവർക്ക് നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അന്ന് ചെന്ന് കഴിഞ്ഞാൽ രജിസ്റ്ററൊക്കെ എടുത്ത് പഴയ ഗുണ്ടകൾ, റൗഡികളുടെയൊക്കെ ഹിസ്റ്ററി എടുത്ത് പരിശോധിക്കും, വീട് കണ്ടുപിടിക്കും, അവിടെയൊക്കെ പോകും. ഇതൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോകുമ്പോൾ ഒരു ഷാപ്പിൽ ഭയങ്കര ബഹളം. ഷാപ്പാണെന്ന് തോന്നിയില്ല. അവിടെ അന്നത്തെ ഇതിൽ ഈ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിട്ട് പോയ വലിയ ഗോഡൗണുകൾ കിടപ്പുണ്ട്. അപ്പോൾ ഈ ഗോഡൗണിൻ്റെ ഏതോ ഒരു ഭാഗം എടുത്തു വെച്ചിട്ടാണ് തിരിച്ചിട്ട് അവിടെ ഒരു കള്ള് ഷാപ്പ് പോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഷാപ്പിൻ്റെ പരിസരത്ത് കൂടെ പോകുമ്പോൾ അവിടെ ഒരു വലിയ ബഹളം കേട്ടു. ബഹളം മാത്രമല്ല, പാട്ടുണ്ട്, പിന്നെ ഭയങ്കര ചീത്ത വിളിയുണ്ട്, അടി ഇപ്പോൾ പൊട്ടുന്നൊരു തോന്നലുണ്ട്. അപ്പം എന്നോട് കൂടിയ പോകുന്ന ഡ്രൈവർ എന്നോട് പറഞ്ഞു, സാറേ സൂക്ഷിച്ച് പോകണം. അപ്പോൾ അന്ന് ഈ കലാപം നടന്ന പ്രദേശമായിരുന്നു. നമ്മൾ പിസ്റ്റളൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. ഞാൻ അകത്തോട്ട് കയറിപ്പോയി. എൻ്റെ കൂടെ ഒരു പോലീസുകാരനോ ആരോ കൂടെ വന്നു. അന്ന് ഈ പെട്രോളിങ്ങിന് വരുന്ന ആൾക്കാർ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ എല്ലാവരും
വണ്ടിയിലിരിക്കുകയുള്ളൂ. ഞാനും ഇയാളും കൂടെ അകത്തോട്ട് കയറി ചെന്നു. ആ ഷാപ്പുകാരനെ ഒന്ന് കച്ചവടം ചെയ്യുന്നവനെ ഒന്ന് നോക്കി, ഒരു പെരട്ടൊക്കെ വേണ്ടി ചുമ്മാ സ്റ്റൈലാണ്. അത് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് നോക്കിയപ്പോൾ ഹലോ വാ 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 എന്നും പറഞ്ഞ് വിളിച്ചെന്നെ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു 10-15 പേര് ഇരിപ്പുണ്ട്. അതെല്ലാം വലിയ സൈസുള്ള മനുഷ്യരാണ്. അതിൽ ഒരാൾ പ്രത്യേകിച്ച് പറയേണ്ട ആളാണ്, അത്രയ്ക്ക് വലിയ തടിയുള്ള ആളാണ്. ഇവിടെ ഒന്നും പേരൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അങ്ങോട്ട് ചെന്നു. അപ്പോൾ ചെറിയ ചെറിയ കമൻ്റ് അടിയുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മൾ ടി സി എന്നായിരിക്കും. എന്താ ഇവിടെ പരിപാടി എന്ന് ചോദിച്ചു. ഞങ്ങൾ കള്ളു കുടിക്കുകയാണ്. ശരി, കുടിച്ചു കഴിയാറായോ? ഇല്ല, കുറച്ചു നേരം എടുക്കും. ഷാപ്പ് അടയ്ക്കാറായി. കുടിച്ചു കഴിഞ്ഞാൽ ഇവിടെ തെണ്ടി തിരിഞ്ഞ് നടക്കരുത്. കളിച്ച് വല്ല ബഹളം ഉണ്ടാക്കി നല്ല ഇടിയായിരുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ഇടിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർക്കൊരു പുച്ഛമായിരിക്കും തോന്നിയിട്ടുള്ളത്. എന്നാലും ഞാൻ വെയിറ്റ് ഒന്നും വിട്ടില്ല. അപ്പോൾ അതിലിരുന്ന് പുറകിൽ നിന്ന് ആരോ ഒരുത്തൻ എന്തോ ഒരു കമൻറ്റ് പറഞ്ഞു, നമുക്ക് ഇഷ്ടമില്ലാത്ത, എണീക്കണമെന്നില്ലെന്ന്. അപ്പോൾ എണീക്കാനൊരു മടി. എണീക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ കൂട്ടത്തിലൊരാൾ, പ്രായമുള്ള ഒരാൾ എൻ്റെ എടാ എണീക്ക്, സാറ് പറഞ്ഞാൽ കേൾക്കാൻ പറഞ്ഞു, നടക്കാൻ പറഞ്ഞു. നേരെ മറ്റേ ഷാപ്പുകാരോട് പറഞ്ഞു, ഇതുപോലെ ഗുണ്ടകളെ പിടിച്ചിരുത്തി കഴിച്ചാൽ നീ വാങ്ങിക്കും കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ എല്ലാം വണ്ടി കയറാൻ പറഞ്ഞു. വലിയ വണ്ടിയിലോട്ട് കയറ്റി. ഞങ്ങളന്ന് 2 വണ്ടി ഉണ്ടാവും. നേരെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു പേരെഴുതാം. അപ്പോൾ പേരെഴുതാൻ തുടങ്ങി കഴിഞ്ഞപ്പം ഒരാളുടെ പേരിങ്ങനെ പറഞ്ഞു. അയാളുടെ പേരിൻ്റെ കൂട്ടത്തിൽ അലിയാസ് നെയിം ഇലക്ട്രിക്, പിന്നെ ഒരാൾ തടിയൻ, പിന്നെ ഒരാൾ വടിവാൾ, പിന്നെ ഒരാൾ ജനത, പിന്നെ ഇങ്ങനെ കുറേ പേര്, പിന്നെ ഒരാൾ ചുഴലി. ഞാൻ ഇതൊക്കെ ഈ പേരൊക്കെ കേട്ട് ഇങ്ങനെ അതിശയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവർ അതിനകത്തിരുന്ന് ഭയങ്കര സംസാരമൊക്കെയാണ് പോലീസ് സ്റ്റേഷനിൽ. ഞാൻ പറഞ്ഞു ഇത് പോലീസ് സ്റ്റേഷനാണ്, മര്യാദയ്ക്കണം ഇല്ല വാങ്ങിക്കുന്നതാണ്. അപ്പം ഉണ്ടായിരുന്നു. അതല്ല, ഇയാളാണ്, ഈ പ്രായമുള്ള ആളാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ പോലീസുകാർക്കൊക്കെ ഭയങ്കര അതിശയമാണ്. ഞാൻ നോക്കിയപ്പോൾ CI വന്നിങ്ങനെ നോക്കി, എന്താണെന്നിങ്ങനെ കാണിച്ചു. പിടിച്ചോണ്ട് വന്നു. കുറച്ച് കഴിഞ്ഞ് വേളം വെച്ചിട്ട് ചെറിയ പെറ്റി കേസ് കൊടുക്കും പറഞ്ഞുകൊണ്ട് അത്രയേ ഉള്ളൂ. നല്ല മട്ടല്ലേ കാണിച്ചു. പുള്ളി പുറത്ത് കഴിഞ്ഞ് പറഞ്ഞ് കഴിയുമ്പോൾ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ സാർ വരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവരെയൊക്കെ ഇറക്കിയാൽ നേരത്തെ ഞാൻ ചെവിയിൽ വന്ന് റൈറ്റർ പറഞ്ഞു, സാറിന് ഇവന്മാരെ മനസ്സിലായി ചോദിച്ചു. പറഞ്ഞില്ല സാറേ, ഇവിടുത്തെ കലാപം ഉണ്ടാക്കിയ ആളുകളാണ് ഇവരെല്ലാം. ഇവരുടെ എല്ലാത്തിൻ്റെയും കൂടെ വട്ടപ്പേര് കണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു കണ്ടു. ഇതൊക്കെ അവരുപയോഗിക്കുന്ന ആയുധങ്ങളും അവരുടെ പ്രവൃത്തിയും ഒക്കെ സൂചിപ്പിക്കുന്നതാണ്. സാറിനോട് സംസാരിക്കുന്ന ഈ ഇലക്ട്രിക് ഇല്ലേ? ഞാൻ പറഞ്ഞാലേ ഈ ഇലക്ട്രിക് ഇവിടുത്തെ വലിയ കുഴപ്പക്കാരനാണ്. ഞാൻ പറഞ്ഞു ഇതൊന്നും എനിക്ക് അറിയത്തില്ലല്ലോ സാറ്, പിന്നെ ഇതെങ്ങനെ അവരെ പിടിച്ചു കയറ്റി? ഞാൻ പറഞ്ഞു കയറാന്ന് പറഞ്ഞ് കയറ്റിക്കൊണ്ട് വന്നു. ചേട്ടാ ഇത് വലിയ കളിയായല്ലോ എന്ന് പറഞ്ഞ് അവർക്ക് അതിശയം. ഞാൻ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇലക്ട്രിക്കിൻ്റെ കൈ കൊണ്ട് കാണിച്ചിട്ട് അത് പറഞ്ഞു. വിളിച്ചു. ജാടയ്ക്ക് സ്റ്റൈലൊന്നും കുറവില്ലല്ലോ, ആളില്ലെങ്കിൽ വിളിച്ചു. അയാളിങ്ങനെ കയറി വന്നു. എന്താണോ ഞാൻ വിളിച്ചപ്പോൾ നിങ്ങളുടെ ബഹളം വയ്ക്കാതെ കയറി വന്നെന്ന് ചോദിച്ചു. അയാൾ എന്നോടൊരു കാര്യം പറഞ്ഞു. ഇങ്ങനെ സ്റ്റണ്ടായി പോയി. സാറ് സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, ഞങ്ങളുടെ ഇവിടെ മട്ടാഞ്ചേരി നന്നാക്കിയ ഒരു മനുഷ്യൻ്റെ അതേ സംസാരവും അതേ ആക്ഷനുമാണ്. പെട്ടെന്ന് ഞാൻ അത് ഓർത്തു. അതുകൊണ്ട് ഞാൻ അവന്മാരോട് പറഞ്ഞ് കയറി പോരാ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പോകുന്നത്. ഇല്ല കുഴപ്പമുണ്ടാവും സാറേ എന്ന് പറഞ്ഞു. ഇല്ല കുഴപ്പമുണ്ടാവും. ഞാൻ പറഞ്ഞു എന്ത് കുഴപ്പമുണ്ടാവും? ഞങ്ങൾ വരില്ല സാറേ, സാറ് വരം പിടിക്കും. അപ്പോൾ സാറ് വേറെ വല്ലതൊക്കെ ചെയ്യേണ്ടി വരും. ഞാൻ വിചാരിച്ചു ദൈവം ഇത് വലിയൊരു കുഴപ്പത്തിലാണോ ചെന്ന് ചാടിയത്. അപ്പം ഞാൻ ആളുടെ പേര് പറഞ്ഞു. സാറിന് അറിയത്തില്ലേ ബ്രൂസിലിയെ? ഞാൻ പറഞ്ഞു ഞാൻ അറിയും, എൻ്റെ ഗുരുവാണ്. എന്നാൽ സാറ് പഠിച്ചു വെച്ചിരിക്കുന്നത് പുള്ളിയുടെ കയ്യിലിരിപ്പൊക്കെയാണ്. അത് കണ്ടിട്ടാണ് ഞങ്ങൾ പറഞ്ഞനുസരിച്ച് പോകുന്നത്. ഞാൻ മനസ്സാ എൻ്റെ ഗുരുവിനെ ഓർത്തു, തോമസ് ഫിലിപ്പ് സാറിനെ. പിന്നെ തൃപ്പൂണിത്തുറയിൽ ഞാൻ ചെല്ലുമ്പോൾ എന്നെ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഹറാസ്മെൻറ്റ് എനിക്ക് തന്നിട്ടുണ്ട്. എന്നെ 3 ദിവസം രാത്രി തുടർച്ചയായിട്ട് നൈറ്റ് വിടുക, പോയിച്ചും വന്നാലും നീ പോയിട്ടില്ലെന്ന് പറയുക. അപ്പോൾ അവിടെ പുള്ളി ഉദ്ദേശിക്കുന്ന പണ്ടത്തെ SI-മാർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും കള്ളുകൂടിയെ പിടിച്ചിട്ടില്ല, വഴിയിൽ അലമ്പുണ്ടാക്കണവരെ പിടിച്ചിട്ടില്ല, ലൈംഗിക തൊഴിലാളികൾ ആരെങ്കിലും അവരെയൊക്കെ ഓടിച്ച് കളഞ്ഞിട്ടില്ല. അതിന് ഒരു പരാതിയും വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ പള്ളിയിലച്ഛൻ പോയതുപോലെ വന്നിരിക്കുകയാണോ എന്ന് ചോദിക്കുമായിരുന്നു. പക്ഷെ അതെല്ലാം എൻ്റെ നല്ലതിനായിരുന്നു. ഞാൻ അവിടെ നിന്നാണ് പഠിച്ചത്. പുള്ളി നടക്കുന്നത് പോലെ നടക്കാമോ എന്ന് വരെ ഞാൻ നോക്കിയിട്ടുണ്ട്. അതേ ശബ്ദവും അതേ ആക്ഷൻ, ആ ആക്ഷനും ശബ്ദവുമാണ് എന്നെ അവിടെ നിന്ന് രക്ഷിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അല്ലാതെ ഈ ഞാഞ്ഞൂല് പോയിരുന്ന SIയുടെ കഴിവ് കൊണ്ടൊന്നുമല്ല. പക്ഷെ കുറേ കഴിഞ്ഞപ്പം ഞങ്ങൾ മട്ടാഞ്ചേരിയുടെ ഹൃദയത്തിലേക്ക് പതുക്കെ ചെല്ലാൻ തുടങ്ങി. കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അങ്ങനെയാണ്. മട്ടാഞ്ചേരി ഏറ്റവും മനോഹരമായ പ്രദേശമാണ്. അതുപോലെ തന്നെ വളരെ സാമ്പത്തിക സ്ഥിതിയിലൊക്കെ വളരെ മുൻപിൽ ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. കൊച്ചിയിലെ കച്ചവടം മുഴുവൻ നടന്നിരുന്നത് മട്ടാഞ്ചേരിയിലാണ്. ഏറ്റവും പുതിയ ഫാഷൻ ഇറങ്ങുമ്പോൾ അത് ആദ്യം വരുന്നത് മട്ടാഞ്ചേരിയിലാണ്. നമ്മൾ ഇപ്പോഴും ചെന്ന് നോക്കിക്കോളൂ, വിദേശത്തുണ്ടാകുന്ന ഒരു പുതിയ ഫാഷൻ, ഒരു പുതിയ ഉടുപ്പ്, ഒരു പുതിയ സ്റ്റൈല് ആദ്യം വരുന്നത് മട്ടാഞ്ചേരിയിലും ഫോർട്ട് കൊച്ചിയിലും ആയിരിക്കും. എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട്. കൊച്ചിക്കാരെ കാണണമെങ്കിൽ വഴി കാണണമെന്നാണ് പറയണം. അവരുടെ കയ്യിൽ അന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും ഏറ്റവും സ്റ്റൈലിഷായ ഡ്രസ്സായിരിക്കും ഇട്ടിട്ടുള്ളത്. അതാണെങ്കിലും പെൺപിള്ളേരും എല്ലാം. അതുപോലെ തന്നെയാണ് സംഗീതത്തോടുള്ള അവരുടെ ഒരു ഭയങ്കരമായ ഇഷ്ടം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനവിടെ SI ആയിരിക്കുമ്പോഴാണ് ഈ മുക്കാബില ആ പാട്ടൊക്കെ AR റഹ്മാൻ്റെ പാട്ടെല്ലാം വന്നത്. അതിൻ്റെ കൂടുതലുള്ള പ്രഭുദേവയുടെ ഡാൻസും ഒക്കെ ആയിട്ട് അതിന് സാങ്ഷൻ മേടിച്ചുകൊണ്ടുപോയി 10-65 പിള്ളേർ റോഡ് സൈഡിലിരുന്ന്
അടിപൊളി ഡാൻസ് വെളുക്കുന്നത് വരെ. ഞാൻ പെട്ടെന്ന് തന്നെ അവിടുത്തെ യങ് ജനറേഷനുമായിട്ടൊരു കണക്ട് ഉണ്ടാക്കിയെടുത്തു. അവർ എൻജോയ് ചെയ്യാൻ നമുക്ക് വിരോധമില്ല. ഇനി അവർ വേറെ എന്തെങ്കിലും വേണ്ടാത്ത പണിക്ക് പോയാൽ മാത്രം മതിയല്ലോ നമ്മൾ ഇടപെടാൻ, അല്ലാതെ അവർ പാട്ട് പഠിക്കോട്ടെ ഡാൻസ് ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. പിന്നെ സംഗീതം, മുംബൈയുടെ ഗസല്, അത് മട്ടാഞ്ചേരിക്കാരുടെ സ്വന്തമാണ്. മട്ടാഞ്ചേരിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അവിടെ ഇപ്പോൾ അഫ്സലും ഉണ്ട്. അഫ്സലും നന്നായിട്ട് പാടുന്ന ഒരാളാണ്. ഞങ്ങളുടെ പരിപാടിക്കൊക്കെ ഒന്ന് പാടുകയൊക്കെ ചെയ്തു. പിന്നെ അവിടുത്തെ ഏറ്റവും വലിയൊരു സംഭവമാണ് ഗാട്ട ഗുസ്തി. അവർ നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആ മത്സരത്തിൽ തോറ്റു കൊടുക്കാതിരിക്കാനുള്ള അവരോട് ഭയങ്കര വാശി. അവരവിടെ നിന്ന് ഇപ്പോൾ ഈ ആൾക്കാർ അവിടെയുള്ള ഫയൽമാൻമാർ തന്നെ ഉണ്ടായിരുന്നു, മട്ടാഞ്ചേരിയിലെ പഴയ ഗുസ്തിക്കാർ. അവരത് കൂടാതെ പുറത്തുനിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവന്ന് അവിടെ വലിയ വലിയ മണൽത്തിട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ മത്സരങ്ങളൊക്കെ വെക്കുകയൊക്കെ ചെയ്യുന്ന നല്ലൊരു വൈബുള്ള മനുഷ്യരാണ്. പിന്നെ അവിടുത്തെ ഭക്ഷണം പറയാതിരിക്കാൻ പറ്റില്ല. ഒരു പ്രാവശ്യമെങ്കിലും കായ്ക്കാൻ്റെ ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആയുസ് നാവിൽ നിന്ന് അത് പോകത്തില്ല. ഇത്രയൊക്കെ നല്ല മനോഹരമായ ഒരു സ്ഥലം, മനോഹരമായ ഒരു കൾച്ചർ, അതുപോലെ ഫോർട്ട് കൊച്ചിയിലെ പഴയ നമ്മുടെ ന്യൂ ഇയർ ആഘോഷം, ഇങ്ങനെയൊക്കെ കൊണ്ട് നല്ല ഒരു ജനമാണ്. അതിനെ കുത്തിക്കലക്കിയത് ആരൊക്കെയോ കുറച്ച് സാമൂഹ്യ വിരുദ്ധരാണ്. വടക്കെവിടെയോ നടന്നൊരു കലാപത്തിൻ്റെ ബാക്കി പത്രമെന്ന നിലയിൽ ഇവിടെ എല്ലാവരും വളരെ നന്നായിട്ട് ജീവിച്ചിരുന്ന മനുഷ്യരുടെ ഇടയിൽ വിഷം കുത്തി വെച്ചിട്ട് ആദ്യത്തെ ബോംബേറുണ്ടായി. അത് അങ്ങോട്ടും ഇങ്ങോട്ടുണ്ടായി ചെറിയ ഫ്രിക്ഷനെ തുടർന്നാണ്. രാത്രിയിൽ ഒരേ സമയത്ത് ട്രാൻസ്ഫോർമറിൻ്റെ ഫ്യൂസ് അങ്ങ് പോകുന്നു. അത് ഏതാണ്ട് 8:03. ഈ 8:03 ഒരു 4 കടയിൽ പടക്കം എറിയുന്നു. പടക്കമോ ബോംബോ, പടക്കമെന്നാണ് പിന്നീട് ഞാൻ മനസ്സിലാക്കിയത്. അതെറിഞ്ഞിട്ട് അവർക്ക് ചെറിയ പരിക്ക്, ഒരാളുടെ മറ്റും ചെറിയ പരിക്കുണ്ടായി. അതായത് വലിയ ഒരു ഡെത്ത് മറ്റൊന്നും ഉണ്ടായില്ല. പക്ഷെ അതുണ്ടാക്കിയ എക്സ്പ്ലോഷൻ ഉണ്ടാക്കിയ ഒരു വലിയ പ്രചരണം, പടക്കമെറിഞ്ഞു. ഉടനെ അവിടുത്തെ വിഭാഗക്കാർ സംഘടിച്ചു. 2 കൂട്ടരും അവരവരുടെ മേഖലകളിൽ എന്തൊക്കെ ദ്രോഹം ചെയ്യാമോ അതൊക്കെ ചെയ്തു. കൂടുതലും വ്യാപാര സ്ഥാപനങ്ങളിലായിരുന്നു അവരുടെ നോട്ടം. 2 കൂട്ടരും കയറി കടകളൊക്കെ കുത്തിപ്പൊളിച്ചു. അന്ന് അവിടുത്തെ മാർക്കറ്റിലേക്ക് ലോറികൾ വന്നാൽ 3 ദിവസം വഴിയിൽ കാത്തു നിന്നാൽ മാത്രമേ ഈ പ്രധാന റോഡിലേക്ക് എൻട്രി ഉള്ളൂ. നമ്മുടെ പോലീസുകാരൊക്കെ അവിടെ ഡ്യൂട്ടിക്ക് അയക്കുകയും അവർ സൈക്കിളിലും നടന്നുമൊക്കെ പെട്രോൾ ചെയ്യുകയൊക്കെ ചെയ്തിട്ടാണ് ഈ ട്രാഫിക് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അതുവഴി ഒറ്റ വണ്ടിക്ക് വേറെ പോകാൻ പറ്റില്ല. ഇതല്ലാതെ ആ റോഡ് ഒഴിവാക്കിയിട്ടേ നമ്മൾ ഏത് പെട്രോളിങ്ങിനും പോകാൻ പറ്റൂ. പോകണമെങ്കിൽ പിന്നെ സൈക്കിളിനോ കാലിനടയ്ക്കോ പോകണം. ഞാൻ ഒരുപാട് തവണ പോയിട്ടുണ്ട്. അവിടെ ഒരു പിക്കറ്റ് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഈ കലാപത്തെ തുടർന്ന് ഈ കടകളെല്ലാം കുത്തിപ്പൊളിച്ചിട്ട് മുഴുവൻ അരി, വെളിച്ചെണ്ണ, ചക്കര, അതുപോലെ പഞ്ചസാര, ഇതെല്ലാം കൂടെ റോഡിൽ കൂടിക്കിടന്നിട്ട് നമുക്ക് നടന്നു പോകാൻ പറ്റാത്ത വിധം ഒരു റോഡ് നിറച്ച് ഈ വക സാധനങ്ങളുണ്ടെന്ന് നമ്മൾ സങ്കല്പിച്ച് നോക്കി. ഭയങ്കര ടോട്ടൽ പ്ലണ്ടറിങ്, മൊത്തം അടിച്ച് പൊളിച്ച് നശിപ്പിച്ചു. അതായത് ഇനി ഒരിക്കലും രക്ഷപ്പെടരുതെന്ന് തോന്നുന്ന വിധം ആ പ്രദേശം കൂടെ നശിപ്പിച്ചു കളഞ്ഞു. അതിനോടുകൂടി അവൻ്റെ സംസ്കാരം മാറി, ആൾക്കാർ ഡിവിഷനായി. പിന്നെ ഒരുപാട് സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ആ ഗ്രൂപ്പുകളെല്ലാം തമ്മിൽ മാറി. അവിടെ പുറത്തുനിന്ന് വന്ന് താമസിക്കുന്ന ആൾക്കാരുണ്ട്. അവിടെ ജെയിൻസ്, അവർക്കൊക്കെ പ്രത്യേകം കൾച്ചറുള്ളവരാണ്. അവർക്ക് പ്രത്യേക ആഘോഷങ്ങളും അതെല്ലാം ഇവരെല്ലാവരും പങ്കെടുക്കുകയും ഈ ക്ഷേത്രങ്ങളിലെല്ലാം ഉത്സവം ഉണ്ടാകാറുണ്ട്. ഈ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളിൽ എല്ലാവരും പങ്കെടുക്കുമായിരുന്നു. പക്ഷേ ഈ കലാപത്തിന് ശേഷം അതിനകത്തേക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് വന്നു, ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കേണ്ട അവസ്ഥ വന്നു. അങ്ങനെ അതിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിനെ ഈ അവിടുത്തെ വളരെ കുറച്ച് സാമൂഹ്യ വിരുദ്ധന്മാർ കൂടി അതിനെ സാമ്പത്തികമായി, സാമൂഹ്യമായി, കൾച്ചറലി ഒക്കെ നശിപ്പിച്ചു കളഞ്ഞു ഈ മട്ടാഞ്ചേരിയെ. അപ്പം അതിന് ശേഷമൊക്കെയാണ് ഞങ്ങൾ ചെല്ലുന്നത്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോഴും ഈ 2 വെടിവെപ്പും 2 പേരുടെ മരണത്തിന് ശേഷമാണ് ചെയ്തത്. അവിടുത്തെ കലാപത്തിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ പറയാം. നമുക്ക് സാധാരണ പ്രദേശത്തൂടെ പോലെ ഒന്നും പെട്രോളിംഗ് ഒന്നും അവിടെ നടക്കില്ല. അവിടെ ഒരു പ്രദേശത്ത് 2-3 സ്ഥലത്ത് ഈ ചെറിയ റോഡുകളാണ്. അതിൻ്റെ 2 സൈഡും വലിയ ഉയർന്ന കെട്ടിടങ്ങളുണ്ട്, വലിയ കെട്ടിടങ്ങളാണ്. ഒരു മുറിയിലൊക്കെ 14 പേര് 15 പേരൊക്കെയാണ് താമസിക്കുന്നത്. അവർ ഉറങ്ങുന്നത് അക്കാലത്ത് ഷിഫ്റ്റ് വെച്ചാണ്, ജനസംഖ്യ അത്രയും കൂടിയിട്ട്. ഒരു രാത്രി 11 മണി 12 മണി വരെ ഒരു ടീം ഉറങ്ങുന്നു, അത് കഴിഞ്ഞ് അടുത്ത ടീം ഉറങ്ങാൻ കയറുന്നു, ഇവർ പുറത്തിറങ്ങി ജോലിയൊക്കെ ചെയ്യുന്നു. അങ്ങനത്തെ ഒരു സിസ്റ്റം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഈ ഗല്ലികളിലൂടെ ഒരു വണ്ടി വന്നാൽ പോലീസിനെ രാത്രി അവർക്ക് അവിടെ വന്ന് എന്തെങ്കിലും ശല്യം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ പിടിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോഴേ ഈ തള്ളുവണ്ടി 2 എണ്ണം ഇതിന് ക്രോസ് വന്ന് വീഴും. അപ്പോൾ ഫ്രണ്ട് നമുക്ക് പിന്നെ യാത്രയില്ല, നമ്മൾ ഇറങ്ങി എടുക്കാൻ നിൽക്കണം. അപ്പോഴത്തേക്ക് കയറി വരാൻ തുടങ്ങും. നമ്മുടെ പുറകുവശത്ത് അതിനൊരു മിനിറ്റുകൾക്കുള്ളിൽ ടയർ കൂട്ടിയിട്ട് കത്തിക്കുന്നുണ്ടാവും.
നമ്മൾ പെട്ടു. അതിൻ്റെ മുകളിൽ നിന്ന് ഇട്ടിയ ചെടിച്ചട്ടി ഇതൊക്കെ ജീപ്പിൻ്റെ പുറത്ത് വന്ന് കയറും. അപ്പോൾ ആൾക്കാർ ഓട്ടം പിടിക്കും. ഓടുന്നവരെ ഓടിച്ചിട്ടെറിയും, നല്ല അടിയും കിട്ടും. ഇതാണ് അവിടുത്തെ രീതി. പോലീസിന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. ഇപ്പം ഞങ്ങളൊരു പ്രാവശ്യം ഇതുപോലെ അവിടെ പോയി പെട്ടപ്പം പുറകെ വണ്ടി വന്നപ്പോൾ തന്നെ ഞാൻ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ അതിന് മുമ്പിൽ ഇൻ്റലിജൻസ് കളക്ഷൻ ഉണ്ട്, ഇത് ആരാണ് ഇവിടെ ചെയ്യണം, അവൻ്റെ വീട് ഏതാണ്ട് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ തടഞ്ഞപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഓടി. 2 വണ്ടി ഉണ്ടാവും. ഓടി അവൻ്റെ വീട്ടിലോട്ട് കയറി. അവനെ കിട്ടിയില്ല, അവൻ്റെ അനിയനെ കിട്ടി. നേരെ പിടിച്ചോണ്ട് വന്നു. പറഞ്ഞ് ഒന്ന് ചെയ്ത് നോക്കാൻ പറഞ്ഞു. പിന്നെ ഇവിടെ ഇടിച്ചു വേണ്ട നട്ടൽ പിടിച്ചു കളയാൻ പറഞ്ഞു. ഇനി എറിയുന്നവനെ ഓരോന്നിനെ കാണും, ഇന്ന് രാത്രി വീട്ടിൽ കയറി പിടിക്കും. പിടിച്ചാൽ എന്ത് ചെയ്യണമെന്ന് കാണിച്ചു തരാം എന്നൊരൊറ്റ വരട്ടെ. അവിടെ തീർന്നു. പിന്നെ ഞങ്ങളോട് കുസ്തിക്ക് ആരും നിന്നിട്ടില്ല. ഇവനെ പിടിച്ചോണ്ട് വന്നു. പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് ആരാണ് നേതാക്കന്മാർ വന്നു. ഞങ്ങളുടെ ജീപ്പിന് നേരെയായിട്ട് 1-2 കല്ലെറിഞ്ഞുണ്ട്. ഒന്നും പൊട്ടൽ പോലും ഉണ്ടായില്ല. പക്ഷേ എന്നാലും നല്ലൊരു കേസൊക്കെ എടുത്ത് കുറച്ച് പേരെ പിടിച്ചു കഴിവ് ചെയ്തപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങളോട് ആ കുസ്തിയില്ല. പിന്നെ മട്ടാഞ്ചേരിയിലെ ഏറ്റവും ആ പ്രദേശത്തെ നശിപ്പിച്ച് കളഞ്ഞ അന്ന് ഈ കലാപം ഉണ്ടാക്കുന്നവർ ഉപയോഗിച്ച ഒരു ടെക്നിക്കായിരുന്നു ഇവർക്കെല്ലാം മദ്യത്തിനും മയക്കുമരുന്നിനുമുള്ള അവസരം കൊടുക്കുന്നത്. ആ നാടിനെ നശിപ്പിച്ച സാമൂഹ്യ വിരുദ്ധരാണ് അത് ചെയ്തത്. ഇത്രയും നന്നായി ഭംഗിയായി പോയിക്കൊണ്ടിരുന്ന കൊച്ചിയിലെ, എറണാകുളത്തെ ഏറ്റവും സാമ്പത്തികമായും അല്ലാതെയുമൊക്കെ ഏറ്റവും നല്ല ഒരു പ്രദേശത്തെ ഈ കലാപം ഉപയോഗിച്ച് അവർ 2 3 ആയിട്ട് തിരിച്ചത് മാത്രമല്ല അവർ ചെയ്തത്, കുറേ പേരെ ഈ മയക്കുമരുന്നിന് അടിമകളാക്കി കളഞ്ഞു. അവിടെ വെച്ച് എനിക്ക് തോന്നുന്നു ഞാൻ എത്ര കേസ് പിടിച്ചെന്നും എത്ര കേസിന് മൊഴി പറഞ്ഞെന്നും എല്ലാ ദിവസങ്ങളിലും ഞാൻ ഉണ്ടായിരുന്നപ്പോൾ കോടതിയിൽ പോയി മൊഴി പറഞ്ഞത് ഈ സെഷൻസിലാണ് ആ കേസുകൾ വരിക. ഇപ്പോഴാണ് അത് ഫസ്റ്റ് ക്ലാസ്സൊക്കെ മാറ്റിയത്. അന്ന് സെഷൻസ് കോർട്ടിലാണ്. ഇപ്പോൾ വെറുതെ പോയൊന്നും പറയാൻ പറ്റില്ല. രാവിലെ എണീറ്റാൽ 7 മണി തൊട്ട് 9:30 മണി വരെ വേറെ പണിയൊന്നുമില്ല. ഈ ഫയൽ കാണാതെ പഠിക്കലാണ്. അപ്പോൾ എത്ര കിലോ എത്ര ഗ്രാം അതൊക്കെ തൂക്കുമെല്ലാം കൃത്യം നോക്കിക്കൊണ്ടാണ് പോകണം. ഒരുപാട് കേസിന് കൺവിഷൻ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. ഞങ്ങൾ ഒരിക്കൽ അവിടെ ഉണ്ടായൊരു സംഭവം, ഒരാളെ മയക്കുമരുന്ന് കച്ചവടക്കാരനാണെന്ന് ഉറപ്പിച്ചിട്ട് അയാളെ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ ചെല്ലുകയാണ്. അയാളെ കണ്ടാൽ നമ്മുടെ ടാർസനെയൊക്കെ പോലെ ഇരിക്കും. അപാരമായ വടിവൊക്കെ ഉള്ളൊരു പയ്യൻ. അവൻ ഞങ്ങളെ കണ്ടോടി. അവനവിടെ ഇച്ചിരി അടിപിടിക്കാരനാണ്. പിൽക്കാലത്തൊരു മർഡർ കേസിലൊക്കെ പെട്ടു. ഇപ്പോൾ മരിച്ചുപോയി. അവൻ വെള്ളത്തിലേക്ക് ചാടി കഴിഞ്ഞപ്പോൾ ഞങ്ങളവനെ പിടിക്കാൻ വേണ്ടി അക്കരെ പോയി. അപ്പോൾ നീന്തി അക്കരെ വന്നപ്പോൾ ഞങ്ങൾ ജീപ്പിലവിടെ ഉണ്ട്. അവൻ തിരിച്ച് നീന്തി. നോക്കണം എന്ത് ആരോഗ്യമുണ്ടെന്ന്. രണ്ടാമത് ഞങ്ങൾ ഇക്കരെ വന്നപ്പോൾ അവൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങളെ കണ്ട് വീണ്ടും മൂന്നാമത് അവൻ അങ്ങോട്ട് നീന്തി. അപ്പോൾ എന്നോട് റൈറ്റർ പറഞ്ഞു, വിവേരയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നോട് പറഞ്ഞു, സാറേ ഇനി പോരുത്, ഇനി അവൻ വഴി മുങ്ങും, ഇനി മുങ്ങി അവട്ട് കൊലക്കേസ് തൊള്ളായിരിക്കും, അതുകൊണ്ട് ഇനി പോരാ, കയറിപ്പോക്കോട്ടെ, നമുക്ക് പിന്നെ പിടിക്കാമെന്ന്. 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ അവനെ പിടിച്ചു. അപ്പോൾ അവനൊരു ഏജൻറ്റാണ്, വിൽക്കുന്നുണ്ട്, ഒരുപാട് കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളവനെ പിടിച്ചുകൊണ്ട് വന്ന് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അവനോട് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഇടയ്ക്ക് എന്തൊക്കെയോ ഇഷ്യൂസ് വന്ന് ഞങ്ങളെ കൊണ്ടൊക്കെ പോയി. ഒരു ഉച്ചയായപ്പം ഞാൻ സ്റ്റേഷനിൽ വന്നിരിക്കുന്നു, ഇവൻ അവിടെ ഉണ്ട്, പിന്നെ സെല്ലിലിട്ടിരിക്കാം. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചോദിച്ചിട്ട് വേണം ഇത് വരുന്ന സോഴ്സസൊക്കെ അറിഞ്ഞിട്ട് പിടിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഒരു പ്ലാൻ ഉണ്ടാക്കണം, ഇച്ചിരി പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ സ്റ്റേഷനിൽ ഇതുപോലെ വർക്കൊക്കെ നടക്കുന്നതുകൊണ്ട് ഞങ്ങളങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ സ്റ്റേഷൻ്റെ മുമ്പിൽ ഒരു കാർ വന്നു നിന്നു. ഒരു അഡ്വക്കേറ്റ് ഇറങ്ങി, അദ്ദേഹത്തിൻ്റെ കൂടെ ആരോ 2 പേരുണ്ട്. പെട്ടെന്ന് തന്നെ ആ പ്രദേശത്തുള്ള കുറേ ആൾക്കാർ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലേക്ക് വന്നു. അപ്പോൾ ഞാൻ പോലീസിനോട് പറഞ്ഞ് എന്താണെന്ന് ചോദിക്കാൻ പറഞ്ഞു. ഞാനത് എഴുതുന്നുണ്ട്. അപ്പോൾ അവിടെ വർക്ക് വന്നിട്ട് പറയും, സാറേ പോലീസ് സ്റ്റേഷൻ പരിശോധിക്കാൻ പറഞ്ഞു. എന്താ കാര്യം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഒരാളെ ഇവിടെ പിടിച്ച് സെല്ലിട്ടുകയാണ്. ഞാൻ പറഞ്ഞു, ആകെ ഒരാളല്ലേ ഉള്ളൂ, അയാൾ ഇന്ന് രാവിലെ കൊണ്ടുവന്നതല്ലേ. അയാളുടെ വീട്ടുകാരാണ് കൊടുത്തിരിക്കുന്നത്. അയാളെ പിടിച്ചിട്ട് കുറച്ച് ദിവസമായി ഇവിടെ കസ്റ്റഡി വെച്ച് ടോർച്ചർ ചെയ്യുകയാണ്. എന്നിട്ട് അയാളുടെ പേരിൽ മയക്കുമരുന്ന് കെട്ടിവെക്കാൻ പോകുന്നതും പറഞ്ഞ് പരാതി കൊടുത്തിട്ട് അവിടെ സ്റ്റേഷൻ പരിശോധിക്കാൻ വന്നിരിക്കുക. ഞാൻ കുരുക്കായില്ലോ എന്ന് വിചാരിച്ചു. കാരണം അതിന് പിടിച്ചാൽ കോടതിക്ക് എന്ത് റിപ്പോർട്ടാണ് ഇവർ എഴുതി കൊടുക്കണമെന്ന് അറിയത്തില്ല. ഇല്ലീഗൽ കസ്റ്റഡി വല്ലതും പറഞ്ഞാൽ സസ്പെൻഷനാകും, ജോലി പോകും, പിന്നെ ആകെ പ്രശ്നവും. ആലോചിച്ച് പെട്ടെന്ന് ഇങ്ങനെ ഞാൻ നോക്കിയപ്പം ഈ ആൾക്കാർ കുറേ പേര് ഇവരുടെ ആൾക്കാർ നിൽപ്പുണ്ട്. അതിൽ കുറേ പേര് ഈ കച്ചവടമായിട്ടൊക്കെ ബന്ധമുള്ളവരും സ്വല്പം ഈ യുവക പരിപാടികൾ ഉപയോഗിക്കുന്നവരൊക്കെ. അപ്പോൾ അവരൊരു ഗ്യാങ്ങായിട്ട് വന്നിരിക്കുക. ഞാൻ പറഞ്ഞു, അഡ്വക്കേറ്റിനും കൂടെ ഉള്ളവർക്ക് പ്രവേശിക്കാം, അതിന് മുമ്പുള്ള ബാക്കി നിൽക്കുന്ന കാഴ്ചക്കാരെയൊക്കെ അങ്ങ് ഓടിച്ചു വിട്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ പോലീസ് പുറത്തിറങ്ങി. നല്ല നല്ല സ്ട്രോങ് പിള്ളേരാണ് അവിടെ ഉള്ളത്. ഇപ്പോഴും അന്ന് മട്ടാഞ്ചേരിയിൽ നമ്മുടെ കൂടെ ജോലി ചെയ്ത KAP-യിലും SIP-യിലും ഒക്കെ ഉള്ളവർ കേരളത്തിൻ്റെ പല ഭാഗത്തും ഇപ്പോൾ SI-മാരും
അഡീഷണൽ സെയ്മാരും ഒക്കെ ഇട്ടുണ്ട്. ഇവിടെ ചെന്നാലും ഈ പഴയ മട്ടാഞ്ചേരി ബന്ധം ഒരു ഇല്ലാത്ത ബന്ധമാണ്. ഈ കലാപ സ്ഥലത്ത് ഒരുമിച്ചുണ്ടായിരുന്നതുകൊണ്ടും രാത്രി ഉറക്കുന്നതുകൊണ്ടും കഷ്ടപ്പെട്ടതുകൊണ്ടൊക്കെ അപ്പോൾ പറഞ്ഞു തരുന്ന അനുഭവം ബാക്കിയുള്ളവരെയൊക്കെ ഓടിച്ചു. ആ കൃത്യസമയം കൊണ്ട് എനിക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നി. നേരെ ഇപ്പം ഞങ്ങളുടെ ഈ സെല്ലും ഇപ്പുറത്തെ ആൾക്കാർ ഇരുന്ന് എഴുതുന്ന മുറി അറിയത്തില്ല, പുറത്തു നോക്കിയാൽ കാണത്തില്ല. ഞാൻ ടപ്പലിന് ഇപ്പുറത്ത് വന്നിട്ട് അവിടെ എഴുതിക്കൊണ്ടിരിക്കുന്ന അസിസ്റ്റൻ്റ് റൈറ്ററോട് ഞാൻ പറഞ്ഞു, നീ ആ കമ്പി അങ്ങ് വളച്ചേക്കാൻ പറഞ്ഞു ജനലിൻ്റെ. അതേ മാർഗ്ഗമുള്ളൂ. നേരെ ജനൽ കമ്പി അങ്ങ് വളച്ചു. ഈ സെല്ലിൽ നിന്ന് അവനെ ഇറക്കി 2 പോലീസുകാരെയും കൂടെ കൂട്ടി നേരെ സ്റ്റേഷൻ്റെ പുറവശത്ത് കുറച്ച് ദൂരോട്ട് മാറി ഈ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ പഴയ ടോയ്ലറ്റ് ഉണ്ട്, അതിനകത്ത് പോയിരുന്നോളാൻ പറഞ്ഞു. മിണ്ടരുന്നു, അവൻ മിണ്ടാൻ സമ്മതിക്കുകയും ചെയ്യുന്നു. നേരെ ഒരു 20 സെക്കൻഡ് 30 സെക്കൻഡ് ഈ സംഗതി വളച്ചു. നമ്മൾ കള്ളന്മാരെ പിടിക്കാൻ പോകുന്നതാണല്ലോ, ഇവരെങ്ങനെയാണ് വളക്കണം നമുക്കറിയാം. ഇപ്പോൾ ഒലക്കേട്ട് ഒരൊറ്റ തിക്കിന് കമ്പ്യൂട്ടറിനും പോയി നേരെ അതുവഴി 3 പേരും ഇറങ്ങി. അവർ ഇതിനകത്ത് പോയി മട്ടാഞ്ചേരി സബ് ജയിലിനോട് ചേർന്നുള്ള ആ സൈഡിൽ കുറച്ച് ദൂരോട്ട് മാറി അവിടെ ഇരുന്നു. കമ്പി പിടിച്ച് നേരെ വെച്ചു. പെട്ടെന്ന് തന്നെ കമ്പി നേരെ വെച്ചിട്ട് നേരെ അഡ്വക്കേറ്റ് കമ്മീഷനോട് വന്ന് കയറി നോക്കിക്കൊള്ളാൻ പറഞ്ഞു. അവർ വന്ന് പരിശോധിച്ചു, അനകം മുഴുവൻ പരിശോധിച്ചു. 2 സാക്ഷികളൊക്കെ ഉണ്ട്, അതിനകത്തൊക്കെ നോക്കി ആരെയും കണ്ടില്ല. പിന്നെ തറയിൽ ഇങ്ങനെ തൊട്ട് നോക്കി വെച്ചപ്പോൾ ഇവിടെ ചൂടുണ്ടല്ലോ എന്ന് പറഞ്ഞു. നമ്മൾ ചൂടോ തണുപ്പോ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. ചിലപ്പോൾ ചൂട് കാണും, ചിലപ്പോൾ തണുപ്പ് കാണും, അതിനെപ്പറ്റിയൊന്നും എനിക്കറിയത്തില്ല, ഞങ്ങളിൽ ആരുമില്ലാതെ. പുള്ളി ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് എഴുതി കൊടുത്തു. പക്ഷേ ഞാൻ അന്ന് പൊളിഞ്ഞു പോയത് ഒരു വലിയ കുറേ അധികം കഞ്ചാവ് ആ ദിവസങ്ങളിൽ മട്ടാഞ്ചേരിയിൽ കൊണ്ടുവന്ന് വിതരണം ചെയ്യാൻ പരിപാടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഗോവയിൽ നിന്നാണ്. അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പളിപ്പോയി. ഇയാളെ പിടിക്കാനും പറ്റില്ല, അയാളെ പറഞ്ഞു വിടേണ്ടി വന്നു. അതിന് ശേഷം കുറേ കാലം മട്ടാഞ്ചേരിയിൽ ഞങ്ങളുടെ നീക്കങ്ങൾ എവിടേക്ക് വണ്ടി പോകുന്നതെന്ന് നോക്കി അതൊക്കെ അപ്പോഴപ്പോൾ ബൂത്തുകളിൽ നിന്ന് വിളിച്ചു പറയാൻ കുറേ സംവിധാനം അവരുണ്ടാക്കി വെച്ചായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ആ സംവിധാനം പൊളിച്ചത്. ഞാനവിടെ ചെയ്ത കേസുകളിൽ ഭൂരിഭാഗം കേസുകൾക്ക് അന്ന് കൺവിക്ഷൻ ഉണ്ടായിരുന്നു. ശിക്ഷ കിട്ടുന്നവരൊക്കെ ജയിലിൽ പോകും. എനിക്ക് പറയാനുള്ളത് ഇപ്പോഴും മട്ടാഞ്ചേരിയുടെ ശാപമായിട്ട് ഇപ്പോഴും ഉള്ളത് ഈ മരുന്നും MDMA ഒക്കെ തന്നെയാണ്. അകത്തേക്ക് പോകുന്ന ചെറിയ കുറ്റത്തിനാണെങ്കിൽ അകത്ത് പോകുന്നവരെ ഒരു 6 മാസമെങ്കിലും കസ്റ്റഡിയിൽ ജയിലിൽ സൂക്ഷിക്കാനും അവരെ കൗൺസിലിംഗ് നടത്താനും പുറത്തിറങ്ങിയാൽ അവർക്കൊരു ജീവിതമാർഗം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാതെ ഈ ഒരു പ്രദേശത്തെയും മയക്കുമരുന്നിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. മട്ടാഞ്ചേരിയിൽ വലിയ രസകരമായ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അവിടെ പണ്ട് ഈ കള്ളക്കടത്ത് പരിപാടിയുണ്ട്. കള്ളക്കടത്ത് എന്ന് പറഞ്ഞാൽ ഷിപ്പിൽ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ കടകളിലൊക്കെ വിൽക്കുന്നതിന് മുമ്പ് തന്നെ ഇവർ കുറച്ച് പേര് അത് മോഷ്ടിച്ചുകൊണ്ട് വന്നിട്ട്, ചിലത് പൈസ കൊടുത്ത് കുറഞ്ഞ പൈസയ്ക്ക് മേടിക്കും, അല്ലാത്തത് മോഷ്ടിച്ചുകൊണ്ട് വരും. അത് ചിലപ്പം ഫ്രിഡ്ജാകും, TV ആകും, AC ആകും, VCR ആകും. അന്നതൊക്കെ VCRും VCP ഒക്കെ അന്നത്തെ വലിയ സംഭവങ്ങളാണ്. അതൊക്കെ ഓരോ വീടുകളിൽ നിർബന്ധമായി ഇച്ചിരി കാണാനൊക്കെ ഉപയോഗിച്ചിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ അവിടെ കൊണ്ട് പിന്നെ നട്ട്സ് ഉണ്ടാകും, ഒലിവ് ഓയിൽ, ഇങ്ങനെ കുറേ സാധനങ്ങൾ, സോപ്പുകൾ, അതുപോലെ വിദേശ മദ്യം, ഇതൊക്കെ ഇങ്ങനെ ഇതിനകത്തുനിന്ന് ഷിപ്പിൽ നിന്ന് താഴേക്ക് കെട്ടി ഇറക്കി കൊടുത്തിട്ട് ഇവർ വാങ്ങിച്ചുകൊണ്ട് വന്ന് കൂടിയ വിലയ്ക്ക് വിറ്റ് കഴിയുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. ഇനി ഇതല്ലാതെ ഇതിനകത്ത് കയറി മോഷ്ടിക്കുന്നവരുണ്ട്. അത് അതിനകത്ത് ആരെങ്കിലും അവർ സംഘടിപ്പിച്ചിട്ടുണ്ടാവും. ക്യാപ്റ്റനും മറ്റൊക്കെ അപ്പുറത്തേക്ക് പോകുമ്പം ഈ വട വിട്ടു കൊടുക്കും. ഇവർ വടം വഴി അകത്ത് കയറും. ഈ സാധനങ്ങളൊക്കെ ചാക്കിൽ കെട്ടി നേരെ അതുവഴി ഊർന്നിറങ്ങി അവരതും കൊണ്ട് നീന്തി കരയ്ക്ക് പോരും. നനയാത്ത ചാക്കിലൊക്കെ വെച്ച് കെട്ടിക്കൊണ്ട് വരും. അപ്പോൾ ഇത് ശല്യം കൂടി കഴിഞ്ഞപ്പം അവർ അതിനകത്ത് വലിയ പട്ടികളെ വളർത്താൻ തുടങ്ങി. ഈ പട്ടി വളർത്താൻ തുടങ്ങിയപ്പോൾ അതിനും മാർഗ്ഗം കണ്ടുപിടിച്ചവർ ഉണങ്ങിയ സ്രാവ് ആയിട്ട് അവിടെ കയറി ചെല്ലും, അതിട്ട് കൊടുക്കും. ഇവൻ കടിച്ചു വലിച്ച് മൂലക്കിരിക്കും, അവർ സാധനം മേടിച്ച് പോരും. പിന്നെ ഇവർ കയറാൻ കിടക്കുന്ന രസമാണ്. 3 ദിവസമൊക്കെ ജെട്ടിയുടെ താഴെ, ഈ ബോട്ട് അടുക്കുന്ന ജെട്ടിയുടെ താഴെ 1 കുപ്പി വെള്ളവും 1 പാക്കറ്റ് ബിസ്ക്കറ്റുമായിട്ട് കപ്പൽ കയറാൻ വേണ്ടി കാത്തു കിടക്കും. അതിനകത്ത് അവസരം കിട്ടണം. അപ്പോൾ വരുമ്പോൾ ഉടനെ തന്നെ കയറാൻ പറ്റത്തില്ല. ആരുമില്ലാത്ത സമയം നോക്കി അവർ സിഗ്നൽ കൊടുക്കുന്നത് വരെ ഈ വെള്ളത്തിൽ കിടക്കും. അതൊക്കെ അതിശയമാണ്. അവിടെ എൻഡ്യൂറൻസ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതാണ്. ഈ കപ്പലിൻ്റെ അടിയിൽ വലിയ കലം വെച്ചിട്ട് അതിനകത്ത് ചെറിയ 2 ദ്വാരം വിട്ട് ഇതിനടിയിൽ ഇങ്ങനെ കിടക്കും. ഈ വെള്ളം കുടിക്കും, ബിസ്ക്കറ്റ് കഴിക്കും. ഇതിനകത്തേക്ക് ഒരു അവസരം കിട്ടിപ്പോയി ഈ സാധനം അടിച്ചുകൊണ്ട് വരുന്നത്. ആലോചിച്ച് നോക്കണം അവരുടെയൊക്കെ എന്ത് റേഞ്ചാണ്. അപ്പോൾ ഒരിക്കലും ഒരു കപ്പൽ വന്നു. ആ കപ്പലിൽ അവിടെ സാധാരണ അവർ ഇത് ഓഫ് ചെയ്യത്തില്ല, അതങ്ങനെ തന്നെ കിടക്കുകയാണ്. ആരൊക്കെയോ കയറി ഇതിനകത്തുനിന്ന് മോഷണം നടത്തി. അവർ പോലീസിൽ പരാതിയൊക്കെ കൊടുത്ത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കപ്പലിൽ പോകേണ്ട സമയമായിട്ട് ഇത് അടിക്കുന്നുണ്ട്, ഓണൊക്കെ അടിക്കുന്നുണ്ട്, പക്ഷെ സാധനം മൂവ് ചെയ്യുന്നില്ല.
അന്വേഷിച്ചപ്പോഴാണ് പ്രൊപ്പല്ലർ കാണാനില്ല. അപ്പം കപ്പലിൻ്റെ പ്രൊപ്പല്ലർ അടിച്ചു മാറ്റുന്ന ആൾക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത്. മിടുക്കന്മാരായിരുന്നു. പിന്നെ കുറേ കാലത്തിന് ശേഷം കുറേ പേർക്കൊക്കെ പിടിക്കുകയും കേസിൽ പ്രതിയാകുകയും അറസ്റ്റിലാകുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അത് തീർന്നത്. ഞാൻ ഏസിയായിട്ട് ചെല്ലുമ്പോഴും അതുണ്ടായിരുന്നു. ഞങ്ങളതിനെ ഒരു സ്പെഷ്യൽ ടീമിനെ ഉണ്ടാക്കി. അത് സ്പീഡ് ബോട്ട്, കണ്ണൂരിൽ നിന്ന് വന്ന KIP നിന്ന് വന്ന കുറച്ച് നല്ല ഉയരമൊക്കെ ഉള്ള അവർ ബോട്ടിൽ ഇറങ്ങിയ സമയത്ത് നിന്നുപോയി കംപ്ലീറ്റ് പരിപാടി. കാരണം അവർ ബോട്ടിൽ ഓടിച്ചിട്ട് പിടിക്കുന്ന നല്ല പവർഫുൾ ടോർച്ചാണ്. മറ്റേ കസ്റ്റംസുകാരൊക്കെ നടക്കുന്ന പോലെ കായലിലും കടലിൻ്റെ ബോർഡറിലൊക്കെ പോയിട്ട് പിടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ കാലത്ത് നിന്നത്. ഇപ്പോൾ അതുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഈ മരുന്നിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് ഇപ്പം മട്ടാഞ്ചേരിയുടെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു പ്രശ്നം. അത് കവർ ചെയ്യണമെങ്കിൽ ഈ ചെറിയ കേസുകൾക്ക് പോലും ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും ജാമ്യമില്ലാതെ അകത്ത് സൂക്ഷിക്കുകയും അവർക്ക് ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യം, കൂടെ കൗൺസിലിംഗ്, അത് കഴിഞ്ഞിട്ട് അവർ പൂർണ്ണമായി സുഖപ്പെട്ടു എന്ന് ഉറപ്പ് വരുത്തുന്നവരെ ഇവരെ പ്രത്യേക നിയമനിർമ്മാണം നടത്തി അകത്ത് കിടത്തിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ നാടിനെ രക്ഷിക്കാൻ കഴിയുള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.